ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ വീട്ടിലുള്ള ചെടികൾക്ക്, അത് പൂച്ചെടികൾക്കായിക്കോട്ടെ കായ്ക്കണ ചെടികൾക്കായിക്കോട്ടെ പ്രയോഗിക്കണ വളങ്ങളുടെ ഒരു വിശേഷമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമൊക്കെ ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് വളം റെഡിമെയ്ഡ് മേടിച്ചിരുന്നു കേട്ടോ. നല്ല കാശുമാണ് കേട്ടോ അങ്ങനെ മേടിക്കുമ്പോൾ. പക്ഷേ ഈയിടെയായിട്ട് ഞാൻ ഒറ്റ വളം കാശ് കൊടുത്ത് മേടിക്കാറില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജൈവ വളങ്ങളാണ് കേട്ടോ ഈ ജാറുകളിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ കുറേ ഒക്കെ നമുക്ക് ഫ്രണ്ട്സ് പറഞ്ഞു തന്നിട്ടോ അറിയാവുന്നവർ പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ അധികവും യൂട്യൂബിൽ നിന്നാണ് കേട്ടോ പഠിക്കണത്. ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളാണ്. നമുക്ക് അത് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾക്കും പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള വളങ്ങളാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു വലിയ പ്രശ്നം നമ്മുടെ അടുക്കള മാലിന്യമാണ് അല്ലേ. അതായത് ഫുഡ് വേസ്റ്റോ മറ്റ് വെജിറ്റബിൾസിൻ്റെ ഫിഷിൻ്റെ അങ്ങനെ കുറേ വേസ്റ്റ് നമുക്ക് അടുക്കളയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. അത് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ബിന്ന് എപ്പോഴും അടുക്കളയിൽ വെക്കും കേട്ടോ, വേസ്റ്റ് ബിന്നെ. അപ്പോൾ ഓരോ ദിവസത്തെയും ഇതുപോലെയുള്ള വെജിറ്റബിൾ കട്ട് ചെയ്തതോ പഴത്തിൻ്റെയോ മറ്റെല്ലാ വേസ്റ്റ് അതിൽ നിക്ഷേപിക്കും. അത് മുഴുവൻ പുറത്തൊരു പഴയ ബക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് കൊണ്ടുവന്നിടും നിറയുന്നതിനനുസരിച്ച്. അതുപോലെ തന്നെ നമ്മൾ ചോറ് വാർത്തിട്ട് വരുന്ന ഈ കഞ്ഞികളൊക്കെ ആറിക്കഴിഞ്ഞാലും അതിൽ കൊണ്ടുവന്നിടും. എന്തിനേറെ നമ്മൾ തേങ്ങാവെള്ളം വരെ അതിൽ കൊണ്ടുവന്ന് ഒഴിക്കും കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഉണ്ടാവുന്ന ആ എല്ലാ മാലിന്യങ്ങൾ ഒറ്റ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വരും കേട്ടോ. എന്നിട്ട് ഒരു ശരാശരി വലിപ്പത്തിലുള്ള ഒരു ബക്കറ്റാണ് കേട്ടോ അത്. അപ്പോൾ അതുപോലെയുള്ള 2-3 ബക്കറ്റ് ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പഴയ ബക്കറ്റുകൾ. ആ ബക്കറ്റ് നിറയുമ്പോൾ അത് നമ്മൾ അതിൻ്റെ ആ ചണ്ടി എന്നല്ല പറയുക, പിണ്ടം ചണ്ടി എന്നൊക്കെ പറയും നമ്മൾ. അത് മുഴുവൻ അരിച്ച് മറ്റൊരു ബക്കറ്റിലേക്ക് ആക്കിയതിന് ശേഷം ആ ചണ്ടിയും നമ്മൾ വളാക്കിയിട്ട് മാറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള അരിപ്പകളോ കൊട്ടയോ ഒക്കെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക്. ഈ ചണ്ടിയൊക്കെ കൂടുതലുള്ളത് കൊണ്ടേ ചെറിയ അരിപ്പയിൽ നിന്ന് അരിച്ചെടുക്കാൻ എളുപ്പമല്ല കേട്ടോ. അപ്പോൾ ഇതൊരു ഉള്ളിക്കൊട്ടയായിരുന്നു പണ്ടത്തെ, അതൊക്കെ ഇപ്പോൾ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അധികം ചണ്ടിയും അതിൻ്റെ അകത്തേക്ക് പോവുകയില്ല, നമുക്കതിൻ്റെ സത്ത് മാത്രം ചാറ് മാത്രമായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഈ സത്താണ് ഞാൻ ഡെല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അരിച്ചതിന് ശേഷം ഇതുപോലെ ജാറുകളിൽ ആക്കി വയ്ക്കും. എന്നിട്ട് ആവശ്യാനുസരണമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കാറ്. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ നിറയെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ധൃതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കളയാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇതുപോലെ പറിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കാറുണ്ട്. ആ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിനോടൊപ്പം കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ ജാറുകളിൽ ആക്കിയിട്ട് ആവശ്യാനുസരണം. ഇതാകുമ്പോൾ നമുക്ക് കീടനാശിനി കൂടിയാണ് കേട്ടോ, വളം മാത്രമല്ല കീടനാശിനിയും കൂടിയാണ്. ഇലയൊക്കെ നമ്മുടെ ചെടികളുടെ ഇലയൊക്കെ ചുരുണ്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇത് തെളിക്കണത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റ് കീടങ്ങൾ വരാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. ഇതും ഇതുപോലെയൊക്കെ ജാറുകളിലാക്കി വയ്ക്കും കേട്ടോ. അപ്പോഴേ നമ്മൾ ഈ ധൃതരാഷ്ട്ര പച്ചയുടെ ആണെങ്കിലും നമുക്ക് അവസാനം അതിനൊരു വേസ്റ്റ് വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫുഡ് വേസ്റ്റും വന്നു, അതായത് അരിച്ചതിന് ശേഷം അതിൻ്റെ ആ ചണ്ടിയും ചപ്പ് ചവർ പോലെയുള്ള സാധനങ്ങൾ വരുമല്ലോ. അത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെങ്ങിൻ്റെ തടയിൽ ഒരു കുഴി എടുത്തിട്ട് അതിൽ കൊണ്ട് മൂടിയിടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, പിന്നീട് അതൊരു കമ്പോസ്റ്റ് വളമാവുകയും ചെയ്യും. നമ്മൾ പുതിയൊരു പോട്ടിങ്ങൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കമ്പോസ്റ്റ് റെഡി ആക്കി വെച്ചിട്ടില്ലെങ്കിൽ ഈ തെങ്ങിൻ്റെ കടക്കിൽ നിന്ന് ഒരു ചട്ടി മണ്ണെടുത്താൽ സൂപ്പർ വളമുള്ള കമ്പോസ്റ്റായിട്ടാണ്. അപ്പോൾ ഒന്നുപോലും നമ്മുടെ പറമ്പിൽ വേസ്റ്റായിട്ട് കിടക്കില്ല. മറ്റ് പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ നമുക്ക് ഇവിടെ ഹരിതകർമ്മസേന വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മുടെ പരിസരം എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. അതാണ് ഇതുകൊണ്ടുള്ള വലിയൊരു ഗുണം കേട്ടോ. വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ഉണ്ടല്ലേ, നമുക്ക് തന്നെയാണ് അതിൻ്റെ വലിയ ഗുണം കിട്ടുന്നത്. കാരണം ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുന്ന വളങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു കാശ് ചിലവില്ലാണ്ട് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം, നല്ല ദുർഗന്ധം ഉണ്ടാവും ഈ വളങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ. അപ്പം നമ്മൾ കുളിക്കും മുമ്പ് ഈ വക കാര്യങ്ങൾ ചെയ്യണത് നല്ലതാണ് കേട്ടോ. അപ്പോഴേ തെങ്ങിൻ്റെ കടക്കിലോ വാഴയുടെ കടക്കിലോ ഒക്കെ കൊണ്ടുവന്ന് നമുക്കത് കുഴിച്ചിടാട്ടോ. നമുക്ക് ആവശ്യാനുസരണം മറ്റ് എപ്പോഴെങ്കിലും കമ്പോസ്റ്റിനായിട്ട് അതിൽ നിന്ന് കുറച്ച് കുഴിച്ചെടുക്കുകയും ചെയ്യാം. മാത്രമല്ല വാഴയ്ക്കും തെങ്ങിനും അത് വളമാണല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ അടുക്കള വേസ്റ്റ് ഇങ്ങനെ മാനേജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ അല്ലേ. മനസ്സിന് സന്തോഷമാണ്, മാത്രമല്ല നമുക്ക് പൈസ ചിലവില്ല, മനസ്സിൻ്റെ സന്തോഷം, വേസ്റ്റ് ഇല്ല, പരിസരം വൃത്തിയാവണു അല്ലേ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ
അപ്പോൾ ഇത് ഞാൻ കുറച്ച് പരീക്ഷിച്ചിട്ടുള്ള വളങ്ങളാണ് കേട്ടോ. എൻ്റെ വളങ്ങൾ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഇന്നാൾ ഞാൻ ഒരു വളത്തിൻ്റെ റെസിപ്പിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. സോയ ബോള് നമ്മൾ പൊടിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ സോയ, അതുപോലെ തന്നെ ഒനിയൻ്റെ ആ പീല്, അതായത് സവാള തോല് കൊണ്ടുള്ളത്, പിന്നെ നമ്മുടെ ധൃതരാഷ്ട്ര പച്ചയുടെ, അതുപോലെ തന്നെ പിന്നെ എരുക്കിൻ്റെ പച്ചിലവളം, അങ്ങനെയുള്ള വളങ്ങളാണ് ഈ ഇരിക്കണതൊക്കെ. ഇതൊക്കെ പരീക്ഷിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ആവശ്യാനുസരണം ഇതുപോലെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ഈ വളത്തിൻ്റെ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമുക്കിതുപോലെയുള്ള അടുത്തടുത്ത വീഡിയോകളിൽ ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.